അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് ചർച്ചകൾ നടക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ്റെ അടികൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാർ ചോര തുപ്പുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ അപ്പുറത്തേക്ക് വ്യോമാക്രമണവും നടത്തുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളും കട്ടയ്ക്ക് നിൽക്കുകയാണ്. അതായത് വലിയ സംഘർഷമാണ് രണ്ട് രാജ്യങ്ങളും. സംഘർഷത്തിലൂടെയാണ് രണ്ട് രാജ്യങ്ങളും കടന്നു പോകുന്നത്. ഇപ്പോഴിതാ അതിർത്തി തർക്കങ്ങൾ സംബന്ധിച്ച് ഇസ്താൻബുളിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായി തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. രണ്ടു ദിന ചർച്ചകൾക്ക് തുർക്കി തലസ്ഥാനത്ത് തുടക്കം ആയിട്ടുണ്ട്. അപ്പോഴാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന പുറത്തു വരുന്നത്. അവർ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഒരു ധാരണയിൽ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ അവരുമായി തുറന്ന യുദ്ധമുണ്ടാകും. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം കഴിഞ്ഞ 5-6 ദിവസങ്ങൾക്കിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇരുഭാഗവും ധാരണയെ മാനിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഖവാജ ആസിഫ് പറയുന്നത്. ആഴ്ചകൾ നീണ്ട സംഘർഷത്തിനൊടുവിലാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ചർച്ചയ്ക്ക് ഒരുങ്ങിയത്. നേരത്തെ അഫ്ഗാനിസ്ഥാൻ്റെ മന്ത്രിയും നമ്മുടെ അസീം മുനീറും തമ്മിൽ ചർച്ച ഖത്തറിൽ വെച്ച് നടന്നിരുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് നബി ഒമാരിയുമായിട്ടാണ് ചർച്ച അവിടെ നടന്നത്. അപ്പോൾ അസീം മുനീറിൻ്റെ മുഖത്ത് നോക്കി മുഹമ്മദ് നബി ഒമാരി പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിന്നെ അള്ളാഹുവാണ് ഇന്ത്യയുടെ അതിർത്തി വരെ ഓട്ടിച്ചിട്ട് അടിക്കും എന്നാണ് മുഹമ്മദ് നബി ഒമാരി പറഞ്ഞത്. അപ്പോൾ ഇതും വലിയ പ്രകോപനത്തിന് പാകിസ്ഥാനിൽ കാരണമായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോഴിതാ പാകിസ്ഥാൻ പറയുന്നത് ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം തന്നെ, അതായത് യഥാർത്ഥത്തിലുള്ളൊരു തുറന്ന യുദ്ധം തന്നെ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് ഖവാജ ആസിഫ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.